ഹലോ ഓൾ, വെൽക്കം ബാക്ക് ടു ചാനൽ. നമ്മൾ നോക്കുന്നത് ട്രാൻസ്പോസ് ഓഫ് മെട്രിക്സ് ആണ്. ട്രാൻസ്പോസ് ഓഫ് മെട്രിക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്റർചേഞ്ച് ദ റോസ് ആൻഡ് കോളംസ് ഓഫ് ദ ഒറിജിനൽ മെട്രിക്സ്. അപ്പോൾ നമുക്ക് 2/3 മെട്രിക്സ് ഉണ്ട്. ജസ്റ്റ് അതിൽ വാല്യൂ 1 2 3 4 5 6 ആണ്. അത് ചേഞ്ച് ചെയ്തിട്ട് ഇന്റർചേഞ്ച് ചെയ്തിട്ട് എന്ത് വരും? 3/2 മെട്രിക്സ് ആവും. അതായത് ഇതിൽ കാണുന്ന ഇതിൽ റോ വൈസ് കാണുന്നത് അതായിട്ട് വരും, കോളം വൈസ് ആയിട്ട് വരും. ഓക്കെ, അത് നമുക്ക് ഇതിൽ എഴുതാം. ജസ്റ്റ് നമുക്ക് ബോർഡിലേക്ക് പോകാം. ജസ്റ്റ് നമുക്ക് ഒരു 2D അറേ വേണം. ഡിക്ലെയർ ചെയ്യാം. നമുക്ക് ഇഞ്ച് ഒരു വാല്യൂ കൊടുക്കാം, മാട്രിക്സ് 2/3. ഇതിലേക്ക് നമുക്ക് എന്ത് വേണം? വാല്യൂ ആഡ് ചെയ്യണം. എന്ത് ചെയ്യണം? നമ്മൾ ഇൻഡ് ഈക്വൽ ടു ഇത് നമ്മൾ നോക്കിയിട്ടുണ്ട്. ഇൻഡ് ഈക്വൽ ടു 0, i ലെസ് ദാൻ എത്ര റോസ് ഉണ്ട്? 2 റോസ് ഉണ്ട്. 2 നോക്കാം. ലെസ് ദാൻ 2 i പ്ലസ് പ്ലസ്. അപ്പൊ ഈ ലൂപ്പ് എന്ത് വർക്ക് ചെയ്യും? ഇതിന്റെ റോസ് ആയിട്ട് വർക്ക് ചെയ്യും. ഇനി നമുക്കൊരു ഇന്നർ ലൂപ്പ് വേണം. അത് അതിന്റെ ഫോർ ഇൻഡ് j ഈക്വൽ ടു 0, j less than 3, j plus plus. ഓക്കെ, അപ്പോ ഫസ്റ്റത്തെ റോ വൈസ് എടുത്തു. രണ്ടാമത്തെ ഫോർ ലൂപ്പ് നമ്മൾ കോളം വൈസ് ഡാറ്റ ആക്സെപ്റ്റ് ചെയ്യും. ഡാറ്റ ഇൻപുട്ട് ചെയ്യാൻ എടുക്കുക. ഓക്കെ, ഇവിടെ വെച്ചിട്ട് നമുക്ക് സ്കാൻ ഓഫ് പെർസെൻറ്റേജ് d നമുക്ക് തുറന്നു കൊടുക്കാൻ പറ്റും. ഡാറ്റ കൊടുക്കാം. ആൻഡ് മാട്രിക്സ് നമുക്ക് എന്ത് പേര് വേണമെങ്കിൽ കൊടുക്കാം കേട്ടോ. ജസ്റ്റ് കൊടുക്കാൻ മാത്രം. മാട്രിക്സ് ഓഫ് i and j. അപ്പൊ ഇത് വെച്ചിട്ട് നമ്മള് മാട്രിക്സിലുള്ള വാല്യൂസ് കൂടെ ഫുൾ സ്കാൻ ചെയ്യും. നമുക്കൊരു മെസ്സേജ് കൊടുക്കാം. പ്രിന്റ് enter your matrix elements. ഇവിടെ നമുക്ക് ജസ്റ്റ് ഒന്ന് പ്രിന്റ് ചെയ്യാം. ഈ മാട്രിക്സ് ഒന്ന് പ്രിന്റ് ചെയ്യാം. പ്രിന്റ് ഓഫ് മാട്രിക്സ്. കൊടുക്കാം. ഇനി നമുക്ക് സ്കാൻ ചെയ്യാം. ഇനി പ്രിന്റ് ഓഫ് ചെയ്യാം അല്ലെ. ജസ്റ്റ് കോപ്പി പേസ്റ്റ് ചെയ്ത് ഇനി ലൂപ്പ് എഴുതേണ്ട ആവശ്യമില്ലല്ലോ. ജസ്റ്റ് സെയിം സാധനം നമുക്ക് കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് ഇവിടെ നിന്ന് ആക്കി കൊടുക്കാം. എന്തൊക്കെ ചെയ്തു? മാട്രിക്സ് നമ്മൾ പ്രിന്റ് ചെയ്തു. ഓക്കെ, നമുക്ക് ജസ്റ്റ് ഒന്ന് എക്സിക്യൂട്ട് ചെയ്യാം. ഇതിലെന്താ നോക്കാം. നോക്കുക 1 2 3 4 5 6.
ഗാർബേജ് വാല്യൂ ഇതുണ്ടായിരിക്കും. സോറി, നമ്മൾ ഇവിടെ കോപ്പി പേസ്റ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ. 1 2 3 4 5 6. നമുക്ക് രണ്ട് മാട്രിക്സ് 1 2 3 4 5 6 കാണിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് സ്പേസ് ഇടണം. ഇത് 1 2 3 കഴിഞ്ഞിട്ട് 4 റോ കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ന്യൂ ലൈനിൽ കണ്ടിന്യൂ വേണം. നമ്മൾ ചെയ്തിട്ടില്ല. ഓക്കെ, ഇവിടെ എന്ത് പറഞ്ഞു കാണിക്കും, ഒരു ലാബ് /t. ഈ ഫസ്റ്റത്തെ ഫോർ ലൂപ്പ് കഴിഞ്ഞിട്ട് കൂടെ പ്രിന്റ് അടിക്കണം. പ്രിന്റ് സ്ലാഷ് ഒന്ന് ബിൽഡ് ചെയ്യാം. 1 2 3 4 5 6. മെട്രിക്സ് കിട്ടിയിട്ട് 1 2 3 4 5 6 മെട്രിക്സ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഈ മെട്രിക്സിനെ നമുക്ക് ട്രാൻസ്പോസ് ചെയ്യണം. ഓക്കെ, നമുക്കൊരു പ്രിന്റ് ഫീ അവിടെ ട്രാൻസ്പോസ് ഓഫ് മെട്രിക്സ്. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, വീണ്ടും ലൂപ്പ് ഓപ്പൺ ചെയ്യാം. ഫോർ int I equal to 0. ഈ ട്രാൻസ്പോസ് മെട്രിക്സിൽ നമുക്ക് എത്ര കോളംസ് വേണം, നമുക്ക് 3 കോളം വരും അല്ലേ. അതായത് 1 2 3 4 5 6 എന്ന് പറഞ്ഞു കൊടുത്താല് ഇതിൽ വരുന്ന കോളംസ് എന്ന് പറഞ്ഞാല് ഇതിന്റെ റോസ്. ഓക്കെ, ഇവിടെ 3 ഉള്ളതുകൊണ്ട് നമുക്ക് ഇവിടെ തന്നെ റോ വൈസിൽ 3 വരും. ഓക്കെ, ഇപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ I less than 3 പറഞ്ഞു. I plus plus വീണ്ടും ഫോർ ഓപ്പൺ ചെയ്യാം. ഫോർ int j equal to 0, j less than എത്ര കോളമേ ഉണ്ട്, കോളം 2 ഉണ്ട്. j പ്ലസ് പ്ലസ് പറയാം. ഓക്കെ, നമുക്ക് കണ്ടീഷൻ കോപ്പി ചെയ്യാം. ഇവിടെ നമുക്ക് ന്യൂ ലൈൻ കൊടുക്കാം. ഫസ്റ്റത്തെ ഫോർ ലൂപ്പ് കഴിഞ്ഞിട്ട് നമുക്ക് ന്യൂ ലൈൻ കൊടുക്കാം. ഓക്കെ, ഇപ്പോ നമുക്ക് എന്താണ് പ്രിന്റ് ചെയ്യേണ്ടത്, ഫസ്റ്റത്തെ അതായത് 0th 0 റോ 0 കോളം 0 1 വരും. തൊട്ടടുത്ത് നമുക്ക് എന്താ പ്രിന്റ് ചെയ്യേണ്ടത് വെച്ചാല് ഇത് 0th റോ 0th കോളം, ഇത് ഫസ്റ്റ് റോ 0th കോളം, അതായത് 4 ആണ് ഇവിടെ പ്രിന്റ് ചെയ്യേണ്ടത്. നമുക്ക് കിട്ടുന്നത് ഇത് 0 0 1 0 ഉള്ള വാല്യൂ ആണ് കിട്ടുന്നത്. ഓക്കെ, അപ്പൊ കണ്ടത് 0 0 അത് ഈ ജെ പറഞ്ഞു കൊടുത്താല് 0 0 വരും. രണ്ടാമത്തെ നമുക്ക് പ്രിന്റ് ചെയ്യേണ്ടത് 1 0 ആണ്. അപ്പൊ അതിന്റെ ലൂപ്പ് ശരിക്കും ഏതാണ്, ഈ ഇന്നർ ലൂപ്പാണ്. ഇവിടെ 0 വന്നു, നെക്സ്റ്റ് എന്തെന്നു 1 വന്നു, ഇവിടെയാണ് ചേഞ്ചസ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം, ഇവിടെ മാട്രിക്സ് ഓഫ് ജെ ഐ പറഞ്ഞു നമുക്കൊന്ന് ബിൽഡ് ചെയ്യാം. ഒന്ന് റൺ ചെയ്യാം. Enter your matrix elements 1 2 3 4
5 6 നമ്മുടെ മെട്രിക്സ് എത്ര 1 2 3 4 5 6 അതിന്റെ ട്രാൻസ്പോസ് കണ്ടോ 1 4 1 4 നെക്സ്റ്റ് 2 5 2 5 3 6 3 6 1 4 2 5 3 6 നമ്മുടെ ഔട്ട്പുട്ട് കറക്റ്റാണ്. ഇതിപ്പോ 2/3 മെട്രിക്സ് ആയതുകൊണ്ട് നമുക്ക് 3/3 ആണെന്ന് വെച്ചാൽ നമുക്ക് എന്താ വേണ്ടി വരിക, നമുക്ക് ഇവിടെ 3 പറഞ്ഞു കൊടുക്കണം. ലൂപ്പ് അത് ഇന്നർ ലൂപ്പ് വലിയ പ്രശ്നം ഉണ്ടാവില്ല. ലൂപ്പുകളിൽ നമുക്ക് ജസ്റ്റ് 3 പറഞ്ഞു കൊടുത്താൽ മതി. ഫ്രണ്ട് ചെയ്യുന്നോർത്തും നമ്മൾ 3 ആക്കി കൊടുക്കാം. നമുക്ക് ജസ്റ്റ് എക്സാമ്പിൾ നോക്കാം. നമ്മളൊരു മെട്രിക്സ് 3 ആക്കി കൊടുക്കും. 3/3 മെട്രിക്സ് ആണ്. ഓക്കെ, അപ്പം ഈ കോളംസ് ഒക്കെ ജസ്റ്റ് ഒന്ന് ചേഞ്ച് ചെയ്യാം. 3 ഇവിടെ 3 ആക്കുക. ഒന്ന് ബിൽഡ് ചെയ്യാം. റൺ ചെയ്യാം. 1 2 3 4 5 6 7 8 9 അപ്പൊ എത്ര മെട്രിക്സ് വന്നു? 1 2 3 4 5 6 7 8 9 അതിന്റെ ട്രാൻസ്പോസ് എത്രയാണ്? 147. അവിടെ വന്നു 147 258 258 369 369. അപ്പൊ നമ്മുടെ പ്രോഗ്രാം കറക്റ്റ് ആണ്. ഓക്കെ, താങ്ക് യു ഗൈസ്.